കഴിഞ്ഞ 50 ദിവസത്തിനുള്ളിൽ നമ്മളുടെ രാജ്യത്ത് 18 അട്ടിമറി ശ്രമങ്ങളാണ് നടന്നത്. കാൾ ഇന്ത്യ എക്സ്പ്രസ് ഉത്തർപ്രദേശ്, അവിടെ അട്ടിമറിക്കാനായി ഉപയോഗിച്ചത് ഗ്യാസ് സിലിണ്ടറും പെട്രോളുമായിരുന്നു. അതായത് രാജസ്ഥാനിലെ അജ്മീറിൽ കഴിഞ്ഞ ദിവസം 1 ക്വിൻ്റൽ തൂക്കം വരുന്ന ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ച സിമൻറ്റ് രൂപമായിരുന്നു ഉപയോഗിച്ചത്. ഒപ്പം തന്നെ ഈ ജൂലൈ 19-ാം തീയതി ഉത്തർപ്രദേശിൻ്റെ 150 കിലോമീറ്റർ അകലെയുള്ള ഗോണ്ടയിലുള്ള ഒരു റെയിൽവേ പാളത്തിൽ ഛത്തീസ്ഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ് പാളം തെറ്റിക്കാൻ ശ്രമിക്കുകയും ട്രെയിനിൻ്റെ ചില ബോഗികൾ പാളം തെറ്റുകയും ചെയ്തിരുന്നു. അതിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ആസാമിലേക്ക് പോകുന്ന ട്രെയിനായിരുന്നു അത്. ഇതിനെക്കുറിച്ചൊക്കെ ഇതിന് സമീപത്ത് തന്നെ, അതായത് ഈ അട്ടിമറി ശ്രമങ്ങൾ, ഈ റെയിൽവേ പാളത്തിൽ ഇതുപോലെയുള്ള അട്ടിമറി നീക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒരു യൂട്യൂബർ പോസ്റ്റ് ചെയ്തിരുന്നു. ഗുൽസാർ ഷെയ്ഖ് എന്ന് പറയുന്ന യൂട്യൂബർ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, സൈക്കിളുകളും കല്ലുകളും സിലിണ്ടറും മറ്റുമൊക്കെ ഈ പാളത്തിൽ നിരത്തി വെച്ചിരിക്കുന്ന വീഡിയോ ആണ് അദ്ദേഹം യൂട്യൂബിലൂടെ പ്രക്ഷേപണം ചെയ്ത. ഇപ്പോൾ ഈ ഷെയ്ഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതിന് തൊട്ടു മുമ്പ് പാകിസ്ഥാൻ ഭീകരൻ ബർഹത്തുള്ളയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും വലിയ തീവണ്ടി അപകടങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളതായിരുന്നു. ആ ആഹ്വാനത്തിന് തൊട്ടു പിന്നാലെയാണ് രാജ്യത്ത് 50 ദിവസത്തിനുള്ളിൽ 18 തീവണ്ടി അട്ടിമറി ശ്രമങ്ങൾ നടന്നത്. അതായത് പതിവ് പോലെ തന്നെ ഈ അട്ടിമറി ശ്രമങ്ങൾക്ക് പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും ഒപ്പം തന്നെ ഭീകരരുമാണ്. NIA അന്വേഷണം പുരോഗമിക്കുമ്പോൾ 15ഓളം പേർ NIA കസ്റ്റഡിയിലുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.